രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യമാണ്. ഇന്നലെ മാത്രം കേരളത്തിൽ 287 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ രാജ്യത്തെ 7 മരണവും റിപ്പോർട്ട് ചെയ്തു. ആയത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഇന്നലെ 35% ആ കോവിഡ് കേസുകളും കേരളത്തിൽ തന്നെയായിരുന്നു. ഒരു മരണവും സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ സ്റ്റേക്ക് എങ്ങനെയാണിത്? അപർണ, തീർച്ചയായും വീണ്ടും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുന്നതായാണ് സാഹചര്യം. രാജ്യത്ത് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 581 കേസുകളാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 281 കേസുകളാണ്. അതായത് രാജ്യത്ത് മുഴുവൻ കോവിഡ് ബാധിതരുടെ പകുതിയോളം പേർ, അല്ലെങ്കിൽ പകുതിയിലധികം പേരും കേരളത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതോടെ രാജ്യത്തെ മുഴുവൻ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 3281 കേസുകളുണ്ട് ഇപ്പോൾ രാജ്യത്ത്. അതിൽ തന്നെ 1373 പേർക്ക് കേരളത്തിലാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ മരിച്ചത് 9 പേരാണ്. അതായത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ 9 കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം രാജ്യത്തുള്ള ഇതുവരെയുള്ള മരണം 44 എന്ന കണക്കിലേക്കും ഉയരുന്നു. രാജ്യത്ത് ഇന്നലെ 7 പേരുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചു. അങ്ങനെ പൊതുവായി കോവിഡ് ബാധിതരുടെയും കോവിഡ് മരണത്തിന്റെയും കണക്ക് ഉയർന്ന സാഹചര്യമാണ്. കേരളത്തിന് തൊട്ട് പിന്നാലെ മഹാരാഷ്ട്രയും ഗുജറാത്തും ഡൽഹിയും ഒക്കെ ഈ കണക്കുകൾ വർദ്ധിക്കുന്നതാണ് സാഹചര്യം. ഇന്നലെ മരണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ മാത്രം 14 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെയുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലാണ്. 43 പേർക്കാണ് ഇന്നലെ ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കിലേക്ക് കോവിഡ് കണക്ക് ഉയരുന്നു എന്നതാണ് സാഹചര്യം. മാത്രമല്ല വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം ഈ ഒമിക്രോൺ ജെൻ 1 വകഭേദമാണ് ഇത്തവണത്തെ കോവിഡ്. ഇത് അപകടകാരിയല്ല എന്ന് മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും ജാഗ്രത പാലിക്കണം. അതായത് പെട്ടെന്നുള്ള വ്യാപനമായിരിക്കും. ഒപ്പം തന്നെ പഴയ കോവിഡിനെ പോലെ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അതായത് സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ. ഞാൻ വരാം ഷംന. ഇപ്പോൾ ഡോക്ടർ സുൽഫി നുഹു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിൽ, അതുകൊണ്ട് മാത്രം കോവിഡ് കേസുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു എന്നുള്ളതുണ്ടോ? ഇന്നലെ മരണം സ്ഥിരീകരിച്ചതാണ് കേരളത്തിൽ നിന്ന്. അങ്ങനെ ഒരു ഭയക്കേണ്ട ഒരു എപ്പിഡമിക് സാഹചര്യത്തിലേക്ക് കടക്കുന്നു ഈ കോവിഡ് തരംഗം എന്നുണ്ടോ? അബ്സല്യൂട്ട്ലി നോ. ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്. ഈ കോവിഡ് പാൻഡമിക് വന്ന സമയം മുതൽ തന്നെ എല്ലാവരും വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. കോവിഡിന്റെ പാൻഡമിക്കിന് ശേഷം ചെറിയ ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ഉള്ള ഒരു രോഗമാണ്. അപ്പോൾ നമുക്ക് അസുഖങ്ങളുടെ ഒരു ചെറിയൊരു പീക്കുകൾ ഇടയ്ക്കുള്ള സമയങ്ങളിൽ വന്നു പോകുന്നത് ഒരു സ്വാഭാവികമായ രീതിയിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇത് മറ്റൊരു വലിയ പാൻഡമിക് ആയിട്ട് മാറുകയും അടച്ചുപൂട്ടലും മാസ്ക് ധരിക്കുക, ക്വാറന്റൈനിലേക്ക് പോകുക, അത്തരം രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ രോഗലക്ഷണം ഇത് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു വേരിയന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർക്ക് അസുഖം ലഭിക്കാനും അവർക്ക് പനിയും ശരീരവേദനയും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെ ഫീച്ചേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ വീടുകളിലിരിക്കുക, വൈദ്യസഹായം ഡോക്ടറെ കാണുക, മരുന്നെടുക്കുക, അതിൽ കവിഞ്ഞ ടെസ്റ്റുകൾ നിർദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ അത് ചെയ്യുക. കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ളവർക്ക്, കോമോർബിഡിറ്റീസ് വളരെ ശക്തമായുള്ള ആൾക്കാർക്ക്, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കൂടുവാനും അത് ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, ഒരു പ്രോബബിലിറ്റി നിലവിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചാണ് എന്ന് തൽക്കാലം പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ ഈ കാര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് കരുതൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഇത് പകർച്ചവ്യാധികൾ ശക്തമായിട്ട് പകരുന്ന ഒരു സാഹചര്യം, കോവിഡ് ഇത്തരത്തിലുള്ള ആശങ്ക ഉയർത്തുന്നില്ലെങ്കിലും എലിപ്പനി അടക്കമുള്ള രോഗങ്ങളിലൊക്കെ ഇതിൽ കൂടുതൽ മോർട്ടൽ നിരക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്തേക്ക് കൂടിയാണ് ഈ കോവിഡ് എത്തുന്നത്. അത് കൂടുതൽ ആശങ്ക ഉയർത്തുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി, അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കോവിഡിനെ നമ്മൾ ഭയക്കണ്ട. പക്ഷെ നമ്മുടെ മഴക്കാലത്ത് എപ്പോഴും ഉണ്ടാകുന്ന ചില ഔട്ട് ബ്രേക്കുകൾ, ഫോർ എക്സാമ്പിൾ അതിപ്പോ ലെപ്റ്റോസ്പൈറോസിസ് ആണെങ്കിലും സാധാരണ വൈറൽ ഫീവർ ആണെങ്കിലും അതുപോലെ തന്നെ ഡെങ്കിപ്പനി ആണെങ്കിലും അതൊക്കെ തന്നെയും ഇപ്പോൾ ഒരു പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ അസുഖവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമുക്ക് രോഗലക്ഷണമുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാരിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് കോവിഡ് ആണോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിനും അപ്പുറം പനിയുള്ള എല്ലാവരും ആദ്യത്തെ ദിവസം ഒരൽപ്പം റെസ്റ്റൊക്കെ എടുക്കാനുള്ള അപാകതയില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസമൊക്കെ പനി നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക, ചികിത്സ എടുക്കുക. മറ്റ് രോഗ സംവിധാനങ്ങളും അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾക്ക് അനുസൃതമായ ചികിത്സ ലഭ്യമാകും. ഒരുപക്ഷെ ടെസ്റ്റുകൾ വേണ്ടി വരും. അത് കോവിഡിന് മാത്രമുള്ളതല്ല, മറ്റ് ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിൽ അതും ചെയ്യുക എന്നുള്ള ഒരു രീതി എടുക്കുക.
നമ്മുടെ സീസൺ മാറി നിൽക്കുന്നത് കൊണ്ട് ആ സമയത്ത് COVID-19 കൂടെ വരുന്നതിലുള്ള ഒരു ഉത്കണ്ഠ തീർച്ചയായിട്ടും നാം ഉത്കണ്ഠയും കരുതലും കൂടുതൽ നാം എടുക്കേണ്ടതായിട്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഒമിക്രോണിന്റെ വകഭേദമാണല്ലോ ഇപ്പോഴും, അത് വലിയ ശക്തി ഉള്ളതാണോ? അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഇത്തവണ? ഇപ്പോഴുള്ള ഓരോ ദിവസവും വാരിയന്റ് ഇങ്ങനെ പുതിയ വാരിയന്റുകൾ നമ്മുടെ കോവിഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴുള്ള വാരിയന്റ് വളരെ ഹൈലി ഇൻഫെക്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഒരുപാട് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് രോഗം നൽകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഒരു മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് വളരെയധികം കൂടി നിൽക്കാൻ സാധ്യതയുള്ള തരത്തിലല്ല ഈ രോഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വേരിയന്റ് ആണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഓക്കെ, നന്ദി. ഡോക്ടർ സുൽഫി നുഹു ആണ് പ്രതികരിച്ചത്. വീണ്ടും ഷംനയിലേക്ക്. ഷംന, ഇതായത് IMA പോലും കണക്കാക്കുന്നത് ആ തരത്തിലാണ്. പകർച്ചവ്യാധികൾ ഒരു വശത്ത് വരുമ്പോൾ കോവിഡ് അതിനിടയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ ഉള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രായമായ ഒരാൾ കൂടിയാണ്. ആ തരത്തിൽ തന്നെയാണോ കണക്കാക്കപ്പെടുന്നത്? അതായത് വളരെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെയാണ് ഇത് ഗുരുതരമായിട്ട് ബാധിക്കുന്നത് എന്നുകൂടിയുണ്ടോ? തീർച്ചയായും അപർണ, കാരണം ഇതുവരെ മരണം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗവും പ്രായമായവർ, അതുപോലെ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ, ന്യൂമോണിയ, ശ്വാസതടസ്സം പോലത്തെ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കാണ് കൂടുതലായും ഈ കോവിഡിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം, മറ്റ് അസുഖങ്ങളുള്ളവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ ലക്ഷണങ്ങളുള്ളവർ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ പനിയുടെ ലക്ഷണങ്ങളായിരിക്കും ഈ കോവിഡിന് ഉണ്ടാവുക. ജലദോഷം, പനി, തലവേദന തുടങ്ങി ചുമ തുടങ്ങി സാധാരണയായി ഒരാൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ വിഭാഗമായിട്ട് ബന്ധപ്പെടുക. ഒപ്പം തന്നെ ഈ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക, അതായത് മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക, അകലം പാലിക്കുക തുടങ്ങി സ്വയം നമ്മൾ പഴയ കോവിഡിന് ചെയ്തത് എന്തൊക്കെയാണോ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കൂടി നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കേന്ദ്രം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഓക്സിജൻ സിലിണ്ടറുകൾ, മാസ്കുകൾ, കിറ്റുകൾ, പരിശോധനാ കിറ്റുകൾ അടക്കമുള്ള എല്ലാ സഹായങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ലാബുകളിലൊക്കെ RT-PCR കിറ്റുകൾ, അത് പരിശോധനാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ ഈ രോഗം നിർണയം ചെയ്യാനുള്ള കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് അസുഖങ്ങളുള്ളവർക്ക്, അതുപോലെ പ്രായമായവർ, കുട്ടികൾക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് വരുന്നത്, അല്ലെങ്കിൽ രോഗം ഗുരുതരമാകുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതായത് ആശുപത്രികളിൽ മറ്റു രോഗികളെ സന്ദർശിക്കാനൊക്കെ എത്തുമ്പോൾ രോഗവ്യാപനത്തിനുള്ള വിവരങ്ങൾ നൽകിയത്. ജാഗ്രതയോടുകൂടി സംസ്ഥാനം കോവിഡിനെ നേരിടുകയാണ്.